ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിലെ നിയമപരമായ സങ്കീർണതകൾ പരിശോധിക്കുന്ന 9-അംഗ വിശാല ബെഞ്ചിന് മുൻപാകെ നാടകീയമായ വാദപ്രതിവാദങ്ങൾ. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായേക്കാവുന്ന ഈ കേസിൽ ജസ്റ്റിസ് BV നാഗരത്ന ഉന്നയിച്ച നിരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തിലും വിശ്വാസ സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ശബരിമലയിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണിയും കനകദുർഗയും യഥാർത്ഥ വിശ്വാസികളാണോ എന്ന നിർണായക ചോദ്യമാണ് ജസ്റ്റിസ് BV നാഗരത്ന ഉയർത്തിയത്. ഒരു മതത്തിന്റെ ആചാരങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ ആ വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്നത് പ്രസക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്തെയോ അടിസ്ഥാനപരമായ ആചാരങ്ങളോ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടാണ് ജസ്റ്റിസ് നാഗരത്ന സ്വീകരിച്ചത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയും ലിംഗനീതിയും മതപരമായ വിശ്വാസങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ പാലിക്കേണ്ട അതിർവരമ്പുകളെ കുറിച്ചുള്ള സൂചനയായിരുന്നു ഈ നിരീക്ഷണം. നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോടതിക്ക് എളുപ്പത്തിൽ പുനഃപരിശോധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഒരു മതവിഭാഗം കാലങ്ങളായി പിന്തുടരുന്ന വിശ്വാസ പ്രമാണങ്ങൾ പെട്ടെന്നൊരു ദിവസം നിയമത്തിന്റെ അളവുകോൽ വെച്ച് മാറ്റുന്നത് പ്രായോഗികമാണോ എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നത്. ആചാരമാണോ അതോ സ്ത്രീയുടെ വ്യക്തിപരമായ ആഗ്രഹമാണോ നിലനിൽക്കേണ്ടത് എന്ന കോടതിയുടെ ചോദ്യം കേസിൽ പുതിയൊരു വഴിത്തിരിവായി. ശബരിമലയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയും അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചര്യ സങ്കല്പവും പരിഗണിക്കുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതാണ് ഇവിടെ തർക്ക വിഷയം. നാടിന്റെ നാഗരികവും മതപരവുമായ ചരിത്രത്തെ നമുക്ക് അവഗണിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ മതപരമായ ആചാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും അത് ഭരണഘടനാ തത്വങ്ങളുമായി സന്തുലിതമായി കൊണ്ടുപോകണമെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നിരീക്ഷണങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് രംഗത്തെത്തി. ബിന്ദു അമ്മിണി ഒരു വിശ്വാസിയാണെന്നും ചെറുപ്പത്തിൽ അവർ ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും അവർ കോടതിയെ ബോധിപ്പിച്ചു. വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഭരണഘടനാപരമായ അവകാശം വിനിയോഗിക്കാനാണ് അവർ എത്തിയതെന്ന വാദമാണ് അവർ ഉയർത്തിയത്. ശബരിമല പ്രവേശനത്തിന് ശേഷം ബിന്ദു അമ്മിണി നേരിടേണ്ടി വന്ന ക്രൂരമായ ആൾക്കൂട്ട ആക്രമണങ്ങളെ കുറിച്ചും ഇന്ദിര ജയ്സിംഗ് കോടതിയിൽ വിശദീകരിച്ചു. ശാരീരികമായും മാനസികമായും അവർ വേട്ടയാടപ്പെട്ടുവെന്നും കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ കയറിയതിന്റെ പേരിൽ ബിന്ദു അമ്മിണിക്ക് കേരളം വിടേണ്ടി വന്നു എന്നത് ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്ന് അവർ വാദിച്ചു. നീതി തേടി കോടതിയെ സമീപിച്ച ഒരു പൗരന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ കേസിന്റെ മാനുഷിക വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. മതപരമായ ആചാരങ്ങളിൽ അനിവാര്യമായ മതപരമായ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്ന വലിയ തർക്കത്തിലേക്കാണ് റഫറൻസ് ബെഞ്ച് നീങ്ങുന്നത്. ഇതിന്റെ ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും ശബരിമല വിധിയിലെ ഭാവി. ജസ്റ്റിസ് നാഗരത്നയുടെ നിരീക്ഷണങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾക്ക് കരുത്തു പകരുന്നതാണെന്ന് ഒരു വിഭാഗം കരുതുന്നു. ഭരണഘടനാ ധാർമ്മികതയും മതപരമായ ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുക എന്നതാണ് 9-അംഗ ബെഞ്ചിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കോടതി നിരീക്ഷണം നിർണായകമാണ്. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ജസ്റ്റിസ് നാഗരത്നയുടെ വാക്കുകളെ സ്വാഗതം ചെയ്യുമ്പോൾ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഇതിനെ ആശങ്കയോടെയാണ് കാണുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വെറുമൊരു ലിംഗനീതിയുടെ പ്രശ്നം മാത്രമല്ലെന്നും അതൊരു മതവിഭാഗത്തിന്റെ സ്വയംഭരണാധികാരവുമായി ബന്ധപ്പെട്ടതാണെന്നും കോടതിയുടെ ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ബിന്ദു അമ്മിണിയും കനകദുർഗയും നടത്തിയ പ്രവേശനം കേവലം ഒരു ആക്ടിവിസം മാത്രമായിരുന്നു എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചത് വരും ദിവസങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കും. വിശ്വാസിയായ സ്ത്രീകളുടെ അവകാശവും ആക്ടിവിസ്റ്റിന്റെ അവകാശവും തമ്മിൽ വേർതിരിക്കപ്പെടേണ്ടതുണ്ടോ എന്നത് പ്രസക്തമാണ്. ശബരിമലയിലെ പ്രതിഷ്ഠയായ അയ്യപ്പൻ ഒരു വ്യക്തിയായി പരിഗണിക്കപ്പെടുമ്പോൾ അയ്യപ്പന്റെ സ്വകാര്യതയ്ക്കും ബ്രഹ്മചര്യത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കുമോ എന്ന കാര്യത്തിലും കോടതി വ്യക്തത തേടുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള വാദങ്ങളിൽ കൂടുതൽ തെളിവുകളും നിയമപരമായ വിശദീകരണങ്ങളും സമർപ്പിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇന്ദിര ജയ്സിംഗിന്റെ വാദങ്ങൾ ബിന്ദു അമ്മിണിയുടെ മൗലിക അവകാശ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നതാണ്. തന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ ഒരു പൗരന് ഭരണഘടനാപരമായ അവകാശമുണ്ട്, അതിനെ ലിംഗത്തിന്റെ പേരിൽ തടയാനാകില്ലെന്നുമാണ് അവരുടെ പക്ഷം. എന്നാൽ മതപരമായ സ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ പാലിക്കപ്പെടണമെന്ന ജസ്റ്റിസ് നാഗരത്നയുടെ നിലപാട് പരമ്പരാഗത വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. നിയമവും വിശ്വാസവും തമ്മിലുള്ള ഈ വടംവലി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ ഓരോ ഘട്ടവും പ്രധാനമാണ്. സുപ്രീം കോടതിയുടെ ഓരോ നിരീക്ഷണവും തത്സമയം
ചർച്ച ചെയ്യപ്പെടുന്നു. വരാനിരിക്കുന്ന വിധി ശബരിമലയിലെ ഭാവി ആചാരങ്ങൾ എപ്രകാരമാകണമെന്ന് തീരുമാനിക്കും. ഈ കേസ് കേവലം ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് പള്ളികളിലെ സ്ത്രീ പ്രവേശനം, പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങളിലെ ആചാരങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. റഫറൻസ് ബെഞ്ചിന്റെ അന്തിമ തീരുമാനം വരുന്നതുവരെ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച നിയമ പോരാട്ടം തുടരും. ജസ്റ്റിസ് BV നാഗരത്നയുടെ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ നിയമയുദ്ധങ്ങൾക്ക് കളമൊരുക്കുമെന്ന് ഉറപ്പാണ്. നീതിപീഠത്തിന്റെ തീർപ്പിനായി രാജ്യം കാത്തിരിക്കുന്നു.